ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് പഴം കൊണ്ടുള്ളൊരു സ്നാക്സ് ഐറ്റവുമായിട്ടാണ്. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞെടുക്കണം, പിന്നെ ഏലക്കായ ചതച്ചെടുക്കണം, നെയ്യ് വേണം, കാഷ്യൂനട്ട് വേണം, പിന്നെ തേങ്ങ വേണം, ഒപ്പം അരിപ്പൊടിയും വേണം. നമുക്കെന്നാൽ പാചകം തുടങ്ങിയാലോ. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിന് ശേഷം നമുക്ക് ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നെയ്യുമായിട്ട് യോജിപ്പിച്ച് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നെയ്യിൽ കിടന്ന് ഏത്തപ്പഴം നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായി പഴത്തിൻ്റെ കൂടെ മിക്സ് ആയതിനു ശേഷം അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഏലക്ക ചതച്ചതാണ് കേട്ടോ. ഏലക്കയുടെ തൊണ്ട് മാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ കുരു മാത്രം ചതച്ചെടുത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം റോസ്റ്റഡ് കാഷ്നട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ഏത്തപ്പഴത്തിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ. മധുരം ആവശ്യമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർക്കണം എന്നില്ല. ഇല്ലെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കാം. അതിലേക്ക് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ആ പൊടി നന്നായി കുഴച്ചെടുക്കാം. ഇത് നമുക്ക് കുഴക്കട്ടയ്ക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതുപോലെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമില്ല. ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായി മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ഒരു മാവിനും കൂടി ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും, നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ നെയ്യുടെ. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈപ്പത്തിയിൽ തന്നെ വെച്ചുകൊണ്ട് പരത്തിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഷേപ്പിലേക്കാക്കി എടുക്കാം. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. അങ്ങനെ ഏത്തൻ കുഴക്കട്ട റെഡിയായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.